സ്റ്റാറ്റുറി വാണിംഗ് കൊടുക്കണം. നമ്മൾ പല കാര്യങ്ങളും പറയണം. കേസ് വരില്ലേ നമുക്ക്? വരും, ഉറപ്പായിട്ട് വരും. ഇയാൾ കൂളായിട്ട് അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്, സാധനം അടിക്കുന്നു, കപ്പലണ്ടി കഴിക്കുന്നു, എല്ലാവരോടും മദ്യപിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. മദ്യപിക്കുന്ന വീഡിയോ നിങ്ങൾ ഇടണം എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ഈ വീഡിയോ വന്നാലും മിക്കവാറും നമ്മളെല്ലാവരും ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഇവർ അത് കൊണ്ടത് കാണിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം എന്ന് സത്യദാസ് ചാറ്റ് ചെയ്തു. ഇവിടെ സമർപ്പിക്കുക എന്ന് ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇയാളുടെ അടിമയാവുക എന്നുള്ളതാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ നിയമം ഇയാൾക്ക് ബാധകമല്ല. ഇയാൾക്ക് യൂണിവേഴ്സൽ ലോ ഉണ്ട്, അതിനാണ് ഇയാൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഭരണ സംവിധാനം, കേരള ഭരണ സംവിധാനം ഈ കാര്യത്തിൽ രണ്ടുപേരും അല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ 6 കോടി രൂപ ഫ്രീസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതും പലരും അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ കൊണ്ട് നൃത്തം ചെയ്യിച്ചു എന്നുള്ളതാണ്. ഇടയ്ക്ക് ഈ മദ്യത്തിൻ്റെ ഒരു പരസ്യം പോലെ അദ്ദേഹം എനിക്കത് ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ കാണിക്കുന്നുണ്ട്, മോസാൻ വന്നിട്ട് മദ്യമൊക്കെ കാണിച്ചിട്ട്. മോസാനെ സംബന്ധിച്ച് മോസാൻ്റെ ഈ എക്സ്പെഡീഷൻ റൂമിൽ നമ്മൾ കയറുമ്പോൾ അതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ അയച്ചുതരാം. അതിൽ ഈ ടേം നമ്പർ 7 ഉണ്ട്. അതിനിപ്പോൾ പെട്ടെന്ന് മാറ്റും, പക്ഷേ അത് സാധനം സൂക്ഷിച്ചു വെച്ചോ, ഞാൻ അയക്കുന്ന സാധനം. അതിൽ പറയുന്നുണ്ട് ഇയാൾക്ക് ഈ ഇന്ത്യയിലെ നിയമം ഇയാൾക്ക് ബാധകമല്ല. ഇയാൾക്ക് യൂണിവേഴ്സൽ ലോ ഉണ്ട്, അതിനാണ് ഇയാൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ നിയമ സംവിധാനം, ഇന്ത്യയുടെ ദേശീയ പതാക, നമ്മുടെ രാഷ്ട്രപിതാവ്, നമ്മുടെ അശോക സ്തംഭം, ഇങ്ങനെയുള്ള ഓരോ അടയാളങ്ങളും ഇയാൾക്ക് ബാധകമല്ല. ഇയാൾക്ക് ലോ ഓഫ് യൂണിവേഴ്സാണ് ഇയാൾക്ക് ബാധകം. ദാറ്റ് മീൻസ് അയാളാണ് എല്ലാം, അയാളാണ് ദൈവം, അയാളാണ് മറ്റേ ഈ എന്താ പറയുക ബിഷപ്പ്, അയാളാണ് പള്ളിയിലച്ചൻ, അയാളാണ് കുർബാന നടത്തുക, അയാളാണ് കപ്പിയാർ മണിയടിക്കുന്നത്, അയാൾ തന്നെയാണ്, അതിനപ്പുറത്തൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ മൊബൈൽ ഫോണിൻ്റെയോ അയാളുടെ ലാപ്ടോപ്പിൻ്റെയോ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്താൽ ഇതെല്ലാം തീർന്നു. ഈ പൈസ അടച്ചവൻ്റെയൊക്കെ കാശ് പോയി, ഒന്നുമില്ലാത്ത അവസ്ഥയായി. പക്ഷേ നമ്മുടെ ഭരണ സംവിധാനം, കേരള ഭരണ സംവിധാനം ഈ കാര്യത്തിൽ രണ്ടുപേരും അല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ 6 കോടി രൂപ ഫ്രീസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ ഇനി കേന്ദ്ര സൈറ്റുകളിൽ പോയിട്ട് അവരുടെ അപേക്ഷ കൊടുക്കുക. അവരുടെ KYC വെരിഫിക്കേഷൻ കഴിഞ്ഞ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും അതിനുള്ള നിർദ്ദേശം ADGP അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ADGP അദ്ദേഹമാണ്, വെങ്കടേഷ് സാറാണ് ഇത് സീരിയസ് ആയിട്ട് ഈ കാര്യം എടുക്കുകയും അദ്ദേഹം പേഴ്സണലി ഇൻട്രസ്റ്റ് കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇത് കൈമാറിയതായിട്ട് എനിക്ക് ഇമെയിൽ സന്ദേശം അയക്കുകയും, അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ വളരെ വെൽ അവെയർഡാണ്. അവർ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏജൻസികൾക്കൊക്കെ ഇത് കൈമാറിയിട്ടുണ്ട്. ഇയാൾ കേരള ഏജൻസികളുടെ റഡാറിലാണ് ഇപ്പോൾ ഈ മുഹമ്മദ് സനീബ് ഉള്ളത്. അവൻ്റെ ഒരു 15ഓളം അവൻ്റെ കുറച്ച് ഈ അഡ്മിൻസ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഒരു ഷഫീഖ് ഉണ്ട്, ഒരു ഷഹീർ ഉണ്ട്. രസം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്വന്തം അക്കൗണ്ടിൽ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഈ ആൾക്കാരുടെ നിന്ന്. എന്നിട്ട് കാരണം ഇപ്പോൾ ഒരു 30,000 രൂപ 20,000 രൂപ ഇല്ലെങ്കിൽ ഈ പോലീസുകാരി അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ പറയും. അവർ 20,000 രൂപ അവരെടുക്കും, എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടാവുന്ന വാങ്ങിക്കും. ഈ പോലീസ് സംവിധാനത്തിൽ ഇത്ര പേര് അവർ SI ആണോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവരൊരു കോൺസ്റ്റബിൾ നിന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിവരം. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. അതെ, എനിക്ക് ആ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നി അത് എന്താണ്, അവരിങ്ങനെ കരയുന്നുണ്ട്, അവർ ഭയങ്കരമായിട്ട് ഭക്തി, ഇങ്ങനെ ഉന്മാദാവസ്ഥയിലാണ്. അവർ കരയല്ല ചെയ്യുന്നത്, ഒരു ഉന്മാദാവസ്ഥയാണ്. അവർക്ക് എൻ്റെ മോസാനെ എന്ന് വിളിക്കുന്നു. അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു പച്ചവർഗീയം പോലെയാണ്. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ജീവിതം തിരിച്ചു കിട്ടിയതിലുള്ള ഒരു വലിയ സന്തോഷം അതിനകത്തുണ്ട്. എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത്? അല്ല, അങ്ങക്ക് എന്താണ് അവർ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു, പെട്ടുകിടക്കായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഇവിടെ കുറച്ച് മെഡിറ്റേഷൻ്റെ കുറച്ച് പ്രയറിൻ്റെ മോസാനെ സമർപ്പിക്കുന്ന ഒരു പരിപാടി. ഈ സമർപ്പണമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഹിപ്നോട്ടിസം നിങ്ങളിലേക്ക് ഏൽക്കണമെങ്കിൽ നിങ്ങൾ സമർപ്പിക്കണം. എവിടെയും നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലം കിട്ടുള്ളൂ. അതുപോലെ ഇവിടെ സമർപ്പിക്കുക എന്ന് ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇയാളുടെ അടിമയാവുക എന്നുള്ളതാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പോൾ പക്ഷേ ഞാനത് ആവാതിരിക്കാൻ വേണ്ടി പരമാവധി ഞാൻ അവിടെ റൂമിൽ ഇരുന്നപ്പോൾ ഞാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോഴാണ് നമുക്ക് ഈ ഒരു വെളിപാട് വരുന്നത്. അപ്പോൾ ഇയാളെ എങ്ങനെ പൊളിച്ചെടുക്കാം, നിയമപരമായിട്ട് ഇയാൾക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിലൊക്കെ നമുക്കൊരു ഇയാൾക്കെതിരെ ഒന്നും ചെയ്യണ്ട. ഇയാൾ അങ്ങനെ ഒരു അപകടകാരി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയാൾ അങ്ങനെ അപകടകാരിയല്ല. അയാൾ പ്രശ്നം വരുമ്പോൾ അങ്ങനെ നേരിട്ട് നിന്ന് ഫേസ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആളൊന്നുമല്ല. അങ്ങനെയെങ്കിൽ അയാളിപ്പോൾ പുറത്ത് വന്നേനെ. ഈ 6 കോടി രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടിട്ട് നേരിട്ട് വന്ന് ഹാജരായി അതിൻ്റെ ഫൈനൊക്കെ അടച്ച് അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ ഒക്കെ അയാൾ തയ്യാറാവേണ്ടതാണ്. പക്ഷെ അയാൾ അത്രയ്ക്ക് ധൈര്യം അയാൾക്കില്ല. അതിന് പകരം ഈ
സ്ത്രീകളെ വെച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്ത്രീ അവരുടെ കുടുംബ പ്രശ്നമാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു ലീഗൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്നുള്ള നിലയിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ട് ഒരു ടോക്ക് തന്നെ 1.5 മണിക്കൂറുണ്ട്. എന്നിട്ട് അവർ അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ച് വീണ്ടും 1.5 മണിക്കൂർ സംസാരിച്ച ശേഷം ഞാൻ അവരോട് അശ്ലീല ചൊവ്വയായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോലീസിൽ പരാതി കൊടുത്തു. അപ്പം ഞാൻ പോലീസിനോട് ചോദിച്ചു, അവരുടെ ഭർത്താവ് നടത്തിയിട്ടുള്ള മറ്റ് സ്ത്രീകളുമായിട്ട് അവരുടെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതടക്കമുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ലൈംഗികതയിലേ സംസാരിക്കാൻ പറ്റുമോ അവിടെ? എൻ്റെ ഭർത്താവും ആ സ്ത്രീയും തമ്മിൽ കുറേ സമയം ഇരുന്ന് ഭജൻ ചൊല്ലി എന്നല്ലല്ലോ അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ആ സ്ത്രീയുമായി അദ്ദേഹത്തിന് ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു, ലൈംഗികമായിട്ട് അവരടുപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതം മടുത്തു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നഷ്ടം അയാളുടെ ആ സ്വഭാവം കൊണ്ടുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ലൈംഗികതയല്ലാതെ വേറെന്താ അവിടെ സംസാരിക്കുക? സരസ്വതി പൂജയെ പറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ കിഷ്കിന്ത കാണ്ഡത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റുമോ? വേറെ സിനിമകൾ പറയാൻ പറ്റുമോ? 1.5 മണിക്കൂർ. ഇതൊരു ട്രാപ്പായിരുന്നു. ഇത് അങ്ങേ ട്രാപ്പാക്കാനുള്ള പരിപാടി. അത് ഈ മുഹമ്മദ് സനീബ് അവിടെയുള്ള സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു, എനിക്കെതിരെയും സുധീറിനെതിരെയും സുധീർ കബീറിനെതിരെയും പരാതികൾ കൊടുക്കൂ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അങ്ങനെ എല്ലാവരുടെയും കേസെടുത്ത് നമ്മളെ ആദ്യം ജയിലിൽ അടച്ച് ഇതങ്ങ് ഇല്ലാതാക്കി. അതായത് പറയുന്ന ആളുടെ വ്യക്തിത്വം അതാണ്, അയാൾ ശരിയല്ല, അപ്പൊ അയാള് സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സംവിധാനം, സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. ഇപ്പൊ വേറൊരു ചാറ്റില് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയുടെ അടുത്ത് വേറൊരു ലേഡി, എൻ്റെ ഭാര്യയുടെ ഓഫീസിൻ്റെ 4 ഗേറ്റ് അപ്പുറത്താണ് അവരുടെ ഹോട്ടൽ. അപ്പോൾ അവർ നല്ല അച്ചാർ അവരുണ്ടാക്കി തരും. അപ്പോൾ നല്ല ബീഫ് അച്ചാർ ഇതൊക്കെയാണ് തരിക. നോൺ വെജ് അച്ചാർ അവർ ട്രമൻ്റെ സാധനമാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ഓഫീസിലേക്ക് അവർ എത്തിച്ചു കൊടുക്കും, ആ സാധനം കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഈ മോസാൻ്റെ ആളാണെന്നുള്ള കാരണം കൊണ്ട് ഞാൻ അവർക്ക് ഒരു ഡിസ്കൗണ്ട് അവരുടെ നിന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഡിസ്കൗണ്ട് അവർക്ക് നഷ്ടമാണ്, അവർക്ക് അത് മാനുഫാക്ചറിങ് കോസ്റ്റിനേക്കാളും കുറവാണ് അവർക്ക് കിട്ടുന്നത് കൊണ്ട് ഇറ്റ്സ് എ ലോസ്, ബിസിനസ് ഇസ് വെരി ലോസ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളത് വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ ഉടൻ നേരിൽ കാണാൻ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാം. അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു ഗിഫ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദാറ്റ് ഗിഫ്റ്റ് ഈസ് ദെയർ, എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. അതവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ നഷ്ടമുണ്ടല്ലോ, 2-3 പ്രാവശ്യം എനിക്ക് തന്ന 50 രൂപയുടെ നഷ്ടം അത് നികത്തപ്പെടും. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഇവർ അത് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം എന്ന് സത്യദാസ് ചാറ്റ് ചെയ്തു. എല്ലാം ട്രാപ്പാണ്. നമ്മൾ ഇനിയിപ്പോൾ ഈ വീഡിയോ വന്നാലും മിക്കവാറും നമ്മളെല്ലാവരും ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട്. അല്ല, പല പരിപാടികളും ഈ സ്ത്രീകളെ ഉപയോഗിച്ച് എങ്ങനെ ഇയാൾക്ക് അത് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇയാളൊരു ഒരു 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 യൂണിവേഴ്സിറ്റിയാണ് ആ കാര്യത്തിൽ. കാരണം ഇപ്പം നിങ്ങൾ അയാളുടെ അടുത്ത് പോയി ചോദ്യങ്ങൾ ചോദിച്ചു നോക്കിയ അയാൾ ഉടനെ നിങ്ങളുടെ അമ്മയുടെ ജനനേന്ദ്രിയത്തെക്കുറിച്ചാണ് സംസാരിക്കുക. തെറി, അമ്മയുടെ ജനനേന്ദ്രിയം, ഇതാണ് ഇയാളുടെ തെറി. ഇത്രയും സ്ത്രീകൾ ഇരിക്കുമ്പോഴേ സംസാരിക്കുന്നത്. അതുപോലെ ഇയാൾക്ക് ഇന്ത്യൻ നിയമങ്ങൾ ബാധകമല്ലല്ലോ. നമ്മളൊരു ഒരു ഒരു മദ്യപിക്കുന്ന ഒരു സീൻ നമ്മൾ കാണിക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം? സ്റ്റാറ്റുറി വാണിംഗ് കൊടുക്കണം, നമ്മൾ പല കാര്യങ്ങളും പറയണം. കേസ് വരില്ലേ? നമുക്ക് വരും, ഉറപ്പായിട്ട് വരും. ഇയാൾ കൂളായിട്ട് അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്, സാധനം അടിക്കുന്നു, കപ്പലണ്ടി കഴിക്കുന്നു, എല്ലാവരോടും മദ്യപിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. മദ്യപിക്കുന്ന വീഡിയോ നിങ്ങൾ ഇടണം എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു, നല്ല കടുപ്പത്തെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി ഞാനത് കുടിച്ചുകൊണ്ട് മദ്യപിക്കുന്നതായിട്ട് അഭിനയിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നൃത്തം ചെയ്യാൻ പറയും, നന്നായി നൃത്തം ചെയ്യും ബാബുസ്വാമി, കേട്ടില്ലേ? നൃത്തം ചെയ്തു, നന്നായി നൃത്തം ചെയ്യിക്കും മോഹൻലാൽ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അതായത് നമുക്ക് അവിടെ നിന്ന് ഒരു കുറേ കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ഈ എല്ലാവരും പോലീസുകാരെയൊക്കെ നൃത്തം ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. പല ആളുകളുടെ നൃത്തം ഇപ്പോഴും മറ്റേ യൂട്യൂബിലൊക്കെ ഉണ്ട്, അതൊന്നും എടുത്തു പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. നൃത്തം ചെയ്യിച്ചു. അതും പലരും അല്പവസ്ത്രധാരികളായി സ്ത്രീകളെ കൊണ്ട് നൃത്തം ചെയ്യിച്ചു എന്നുള്ളതാണ്. അല്പവസ്ത്രധാരികളായിട്ട് സ്ത്രീകളെ കൊണ്ട് നൃത്തം ചെയ്യിച്ചിട്ടുണ്ട്. ഒരു ഉന്മാദാവസ്ഥയിൽ ഇവരൊക്കെ ചെയ്യുകയാണ്.